ഗൈസ് അവിടുന്ന് ഒരു അടിപൊളി എക്സ്പീരിയൻസ് ഇരുന്നിട്ട് നമ്മൾ വെറും 25 രൂപയുള്ള അവിടെ കയറാൻ. അവിടെ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അവിടെ 5 മണി വരെ എത്ര ടൈം വേണമെങ്കിലും അവിടെ സ്പെൻഡ് ചെയ്ത് നമുക്ക് അവിടുന്ന് ആ ഒരു വാട്ടർഫോൾസിൻ്റെ അടിയിൽ എൻജോയ് ചെയ്യാവുന്നതാണ്. അപ്പോൾ എന്തായാലും ഞങ്ങൾ അവിടുന്ന് ഇറങ്ങി ഇനി നമ്മൾ ചിന്നാർ കാട്ടിലേക്ക് കയറാൻ പോവാണ്. നമ്മളിത് അവിടുന്ന് അങ്ങനെ പോകുന്നു. ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് നമ്മളിത് ഉള്ളിലേക്ക് കടന്നിരിക്കാണ്ട്. പിന്നെ ഇവിടെ നിന്നുള്ളത് മൊത്തം കാടായിരിക്കും. ഇതാണ്ടോ മറ്റേ ആ ഒരു ആമട ഏരിയ. അവിടെ നമ്മൾ വണ്ടിയോടെ ഒരു സൈഡാക്കിയാണ്. ഇവിടെ ഒരു അടിപൊളി വെള്ളച്ചാട്ടം ഉണ്ട്, ഒരു അടിപൊളി വാട്ടർഫാൾസ് ഉണ്ട്. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. എൻ്റെ നേരെ ഫ്രണ്ടിലായിട്ട് തന്നെയാണ്. അവിടെ പോയിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇത് ഇവിടെ അടിപൊളി ഒരു മരം ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. ഇവിടുന്ന് അങ്ങോട്ട് കുറച്ചാണ്ട് കയറാണ്ട് ഒരു ബ്ലൂ കളറിലെ പൂക്കൾ നിറഞ്ഞ് നിൽക്കുന്ന ഒരു മരം ഉണ്ട്. ബ്ലൂ കളറാണെന്ന് തോന്നുന്നു, പിങ്ക് കളറാണ് തോന്നുന്നു. ഞാൻ അതെല്ലാം ചെന്നിട്ട് കാണിച്ചു തരാം. ഈ ഒരു ഇതിൻ്റെ നേരെ ബാക്കിലായിട്ടാണ് ആ ഒരു വാട്ടർഫാൾസ് ഇട്ടാ. ഇത് അവിടെ ആൾക്കുന്നുണ്ടല്ലേ ആ ഒരു ഭാഗത്തായിട്ട്. ഇവിടെ സൈഡിലായിട്ട് ഇത് ഒരുപാട് കടകളുണ്ട്. ഈ ചോളകം, പിന്നെ ചെറിയ ചായക്കടമൊക്കെയാണ്. ലൊക്കം വാട്ടർഫാൾസ്, ഇരവികുളം നാഷണൽ പാർക്ക്. ഇവിടെ എൻട്രി ഫ്രീ, ടിക്കറ്റ് റേറ്റ് 50 റുപ്യ പെർ പേഴ്സൺ. ഒരാൾക്ക് 50 റുപ്യ. ടൈം 8:30 മുതൽ 4 മണി വരെ. ഇരവികുളം റിവർ. ഇവിടെ എന്തായാലും 50 റുപ്യ ടിക്കറ്റ്. എന്താ അതിൻ്റെ ഉള്ളിലുള്ളത് നോക്കട്ടെ. ഇത് ഇവിടെ നോക്കിയേ, ഇതാണ്ട് ഇവിടെ നിന്നുള്ള വ്യൂ നോക്കിയത് നിങ്ങൾ. ഇതിന് 20 റുപ്യ കേട്ടോ. നമ്മൾ അവിടെ നിന്ന് മേടിച്ചതാ. എന്തായാലും ഇവിടെ നമ്മൾ സമയം നിന്ന് കളയുന്നില്ല. നേരെ ഇവിടുന്ന് അടുത്ത ഡെസ്റ്റിനേഷൻ പിടിക്കുക. ഇവിടുന്ന് ഭക്ഷണം കഴിച്ചതിന് ശേഷം പോകാം കേട്ടോ. ഇനി ഇവിടുന്നാണ്ട് ഫുള്ള് ഫോറസ്റ്റാണ്. ഇവിടുന്നാണ്ട് ഫുള്ള് നമ്മൾ പോകുന്നതൊക്കെ ചിന്നാർ ഫോറസ്റ്റ് ആണ് കേട്ടോ. ഇവിടെ നമ്മുടെ ജീപ്പ് സഫാരി കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ എന്തായാലും ഇത് അടിപൊളി ലൊക്കേഷനാണ്. ഇവിടുന്ന് നമുക്ക് 50 റുപ്യ ഫീ കൊടുത്തിട്ട് വേണമെങ്കിൽ മേലെ കയറാം. മേലെ കയറി കഴിഞ്ഞാൽ ഈ വെള്ളച്ചാട്ടം തന്നെയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളാണ്ട് കയറിയില്ല. ഇവിടുന്നുള്ള ഒരു വ്യൂ തന്നെ അപാരം തന്നെ ആയിരുന്നു. സോ എന്തായാലും ഇവിടുന്ന് ടൈം കളയാതെ നമ്മൾ നേരെ ഇവിടുന്ന് ചിന്നാർ ഫോറസ്റ്റിലേക്ക് കിടക്കുകയാണ്. അവിടുന്ന് അങ്ങനെ നമ്മൾ പൊള്ളാച്ചിട്ടാ ഉടുമൽപേട്ട ആ ഒരു റൂട്ട്. അങ്ങനത്തെ നമ്മളിവിടെ അടുത്ത സ്ഥലത്തേക്ക് എത്തിക്കാണ്. ഇവിടെ ഒരു അടിപൊളി വാട്ടർഫാൾസ് ഉണ്ട് കേട്ടോ. അവിടെ നമുക്ക് ചെന്നിട്ട് കുളിക്കാനൊക്കെ പറ്റും. അത് എങ്ങനെയാണ് ഞാൻ നോക്കി നോട്ടെ. അവിടെ എന്താ ടിക്കറ്റ് കൗണ്ടറൊക്കെ ഉണ്ട്. ജസ്റ്റ് നമുക്ക് അവിടെ ചെന്ന് നോക്കി നോക്കാം. ഇവിടെ ഒരു ബോർഡൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മളിനി കയറാൻ പോകുന്ന ചിന്നാർ ഫോറസ്റ്റിൻ്റെയാണ്. ചിന്നാർ വൈൽഡ് ലൈഫ് സെഞ്ച്വറി വെൽക്കംസ് യു. ഇതേ നോക്കിയേ, നമ്മൾ വരുമ്പോൾ കണ്ടിട്ടുള്ള ആ കുരങ്ങുണ്ടല്ലോ അതും, പിന്നെ ആമ പോലത്തെ സംഭവങ്ങളൊക്കെ. എന്തായാലും അങ്ങോട്ട് പോയോട്ടെ കേട്ടോ. അവിടെ എങ്ങനെയാണ് കാര്യങ്ങൾ നോക്കിയോട്ടെ. ഇവിടെ ഇങ്ങനെ ഒരു ആമയുടെ ഇതൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. സംഭവം കാണാൻ നല്ല ഭംഗിയുണ്ട്. അവിടെ ടിക്കറ്റ് കൗണ്ടർ, അവിടെ ചോദിച്ചോട്ടെ. ഇതാണ്ടോ മറ്റേ ആ ഒരു ആമയുടെ ഏരിയ. അവിടെ ഞാൻ ചെന്ന് അന്വേഷിച്ച് നോക്കി. അവിടെ 25 രൂപയായിട്ട് ഒരാൾക്ക് കയറാൻ വേണ്ടിയിട്ട്. നമ്മൾ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ 5 മണി വരെ സമയം ഉണ്ടാവും. വരെ നമുക്ക് അവിടെ നിൽക്കാം. അങ്ങനെയാണ്. നോക്കിയേ, ഇത് കാണാൻ നല്ല ഭംഗിയില്ലേ. ഒരു ചെറിയൊരു വീട് പോലത്തെ ഇതെവിടെ ഒരു ബോർഡ് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ വേണമെങ്കിൽ ജസ്റ്റ് പോസ്റ്റ് ചെയ്തിട്ട് വേണമെങ്കിൽ ജസ്റ്റ് വായിച്ചു നോക്കും. ഇതെന്തായിട്ടൊരു സംഭവം ഉണ്ട് ഇവിടെ. ഗൈസ് അവിടുന്ന് ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. നമ്മൾ വെറും 25 രൂപയുള്ള അവിടെ കയറാൻ. അവിടെ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അവിടെ 5 മണി വരെ എത്ര ടൈം വേണമെങ്കിലും അവിടെ സ്പെൻഡ് ചെയ്ത് നമുക്ക് അവിടുന്ന് ആ ഒരു വാട്ടർഫോൾസിൻ്റെ അടിയിൽ എൻജോയ് ചെയ്യാവുന്നതാണ്. സോ എന്തായാലും ഞങ്ങൾ അവിടുന്ന് ഇറങ്ങി ഇനി നമ്മൾ ചിന്നാർ കാട്ടിലേക്ക് കയറാൻ പോവാണ് കേട്ടോ. ഓക്കെ, ലെറ്റ്സ് ഗോ.
ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മൾ അവിടുന്ന് ആ ഒരു കുളിയൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇതാ ഫോറസ്റ്റിലേക്ക് എൻ്റർ ചെയ്തിരിക്കുകയാണ് കേട്ടോ. അതൊക്കെ എന്തായിരുന്നു അവിടെ വിശാലെ? അങ്ങനെ ഇപ്പതാ നമ്മള് ഫോറസ്റ്റിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് നോക്കി നോക്കാം. നമ്മളിപ്പോ അവിടുന്ന് കയറിയിട്ട് കുറച്ചുകൂടി പോകുന്നു, ചെക്ക് പോസ്റ്റ് ഒക്കെ കഴിഞ്ഞ് പോന്നിട്ടുണ്ട്. സോ എന്തായാലും ഇവിടുന്ന് കുറച്ചുകൂടി ചെല്ലുമ്പോൾ ഒരു പുഴ പോലത്തെ ഒരു സ്ഥലമുണ്ട് കേട്ടോ. അവിടെ ആനകളൊക്കെ വെള്ളം കുടിക്കാൻ വരുന്ന സ്ഥലമാണ്. നമുക്ക് ഉണ്ടെങ്കിൽ ചിലപ്പോൾ അവിടെ കാണാം, നോക്കി നോക്കാം. നമ്മളിത് അവിടുന്ന് അങ്ങനെ പോകുന്നു. ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് നമ്മളിത് ഉള്ളിലേക്ക് കടന്നിരിക്കാം കേട്ടോ. പിന്നെ ഇവിടെ നിന്നുള്ളത് മൊത്തം കാടായിരിക്കും. ഏകദേശം കാടിന്റെ ആ ഒരു ഫീലൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. പുലിയ ആന വരുന്നുണ്ടോ നോക്കി നോക്കാം നമുക്ക്. ഓക്കെ, ഇവിടുന്നൊക്കെ നമ്മൾ ആ ഇറങ്ങി വന്ന മലനിരകളൊക്കെ നമുക്ക് ഇവിടുന്ന് കാണട്ടോ. ഈ അടിയിൽ കാണുമ്പോൾ നല്ല ഭംഗിയുണ്ട്. അതുപോലെ ഇവിടെ തൈലൊക്കെ പറിച്ചിട്ട് വെച്ചിട്ടോ, പറിച്ച് ചാക്കിലാക്കി വെച്ചിക്കാം. നമ്മൾ വരുന്ന വഴിക്ക് തന്നെ അവിടെ ഒരുപാട് പേര് അവിടെ തൈല പറിക്കുന്നുണ്ട് കേട്ടോ. ഇത് അവർ പറിച്ചതിന് ശേഷം അത് വെട്ടിയിട്ട് പിന്നെ അടുത്ത പ്രാവശ്യം പറിക്കാൻ വേണ്ടിയിട്ട് റെഡിയാക്കി വെക്കുന്നുണ്ട് ആ ഒരു ഭാഗത്തൊക്കെ നമ്മൾ വരുന്ന വഴിക്ക്. നമ്മളിത് ഇവിടെ ഫോറസ്റ്റിലേക്ക് എൻ്റർ ചെയ്തിട്ട് അപ്പൊ ഇവിടെ കുറെ കുരങ്ങന്മാരൊക്കെ ചെയ്തു. ഓനെ മിഠായി കൊടുക്കാട്ടോ. നമ്മളിത് ഈ ഒരു ഫോറസ്റ്റിലൂടെ നമ്മൾ രണ്ടാമത്തെ പ്രാവശ്യം വരുന്നത്. നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ വന്നത് ഈ ഒരു ഫോറസ്റ്റിലൂടെ തന്നെയാണ്. നമ്മള് വാൾപ്പാറ കഴിഞ്ഞ് പൊള്ളാച്ചി കഴിഞ്ഞ് മൂന്നാറിലേക്ക് വന്നത് ഈ റൂട്ട് തന്നെ ഉണ്ടോ. അവിടെ ബോർഡില് ഇതെന്താ എല്ലാം ഇത് പ്ലാസ്റ്റിക് നിരോധിച്ചിരിക്കുന്നു. അതെ, അപ്പൊ നമ്മള് വന്ന റൂട്ടിൽ തന്നെയാണ് പോണത്. പക്ഷെ നമ്മള് വരുമ്പോ കാട്ടുപോത്തിനെ കണ്ടിട്ടാ, അല്ലാതെ വേറെ ഒന്നും കണ്ടിട്ടില്ല. അപ്പൊ നമുക്ക് പോകുമ്പോ ജസ്റ്റ് നോക്കി നോക്കാം. നാടൻ പോത്ത അത് ജനവാസ മേഖല ഫുള്ള് നമ്മള് കാട്ടിന്റെ ഉള്ളിൽ എൻ്റർ ചെയ്തിട്ടില്ല. പക്ഷെ ആ ഒരു കാടിന്റെ ഒരു ഫീല് നമുക്ക് കിട്ടുന്നുണ്ട്, ആ ഒരു വൈബ് നമുക്ക് കിട്ടുന്നുണ്ട്. ഇന്നലെ നമ്മൾ വരുന്ന വഴിക്ക് നെല്ലൂരാണ്. അപ്പോൾ ശാല വിളിച്ചു ഓരോ ഇറങ്ങിയിരിക്കും. അപ്പോൾ വിളിച്ചപ്പോൾ വിളിച്ചതിന് ശേഷം പറയാം ആൾക്കാർ നമ്മൾ വിളിച്ചിട്ടില്ല നോക്കിയിരിക്കുന്നത്. കാണ്ടമുത്തിന് എനിക്ക് ഇതൊക്കെ എന്തിനാ ചെടികള്? തണുപ്പുണ്ട്. പൈനാപ്പിൾ കഴിഞ്ഞു. അവിടെ കണ്ടില്ല, അങ്ങോട്ട് നോക്കിട്ട്. കേരളം നമ്മൾ പോവാൻ തമിഴ്നാട്. ആ സൈഡ് നോക്കിയോ, ആ സൈഡ് നോക്കുമ്പോ